തീർന്നു. പഠിച്ചു തീർന്നെങ്കിലേ മോൻ കിടന്നു, രാവിലെ പോവാനുള്ളതല്ലേ. പഠിച്ചു തീർന്നല്ലമ്മേ, കുടിച്ചു തീർന്നെന്നാ പറഞ്ഞത്. അതെ, നേരം വെളുക്കാനേ ഇനി സമയമുണ്ട്. പഠിച്ചോ പഠിച്ചോ. അമ്മേ, ചോറിന് വെള്ളം ഒഴിച്ചോ അമ്മേ. വല്ല പശുവായിട്ടെങ്ങാനും ജനിച്ചാ മതിയായിരുന്നു. നേരം വെളുത്താലും പഠിച്ചു തീരുമെന്ന് തോന്നുന്നില്ല. ഒരു കടലോളം ഉണ്ട് പഠിക്കാൻ. ഒരു കടലയോളല്ലേ ഉള്ളൂ, പഠിച്ചിട്ട് കിടന്നാൽ മതി. കടലല്ലടാ, കടൽ കടൽ സാഗരം. ആ, എന്താണെങ്കിലും പഠിച്ചിട്ട് കിടന്നാൽ മതി. ഉപദേശിക്കാൻ നീ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. കറണ്ട് അടിച്ച് മരിച്ചു പോയി എന്റെ മാമന്റെ മോൻ, കേട്ടാ. നമ്മളൊന്നും പറയുന്നില്ലേ. നിനക്ക് കൊള്ളാം. ഇവന് ഉടനെ കറണ്ട് കൊടുക്കണം. മൾട്ടി സെല്ലുലാർ ആനിമൽസ് കൺസിസ്റ്റ് ഓഫ് 9 ഫൈലം. ഫൈലം പോറിഫെറ, ഫൈലം സിലിൻഡ്രേറ്റ, ഫൈലം പ്ലാറ്റി. വായിക്കൊള്ളാത്ത ഓരോ പേര് വിട്ടിട്ട് ബയോളജി എന്ന്. ഞാൻ 10ൽ പഠിച്ച ബയോളജി ഇങ്ങനെ അല്ലല്ല. ഇനി കണക്ക് പഠിക്കാം, എല്ലാം കണക്ക് തന്നെ. The age of a father 10 years ago was thrice the age of his son. 10 years hence, father's age will be. അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ ഇത്ര കഷ്ടപ്പെടണമെന്നില്ല. അച്ഛൻ്റെ ആധാർ എടുത്ത് നോക്കിയാൽ പോരെ. Father's age will be twice that of his son. Find the ration of their present age. റേഷനല്ല, മണ്ണെണ്ണ. എന്റെ പൊന്നെണ്ണ, റേഷനല്ല, റേഷ്യൂ റേഷ്യൂ. നാളെ എന്ത് കാണിക്കാൻ പോണെയാണ്? അപ്പൊ നീ ഇതുവരെ ഉറങ്ങിയില്ല. അമ്മേ, 2 ഉറക്കക്കുള്ളി എടുത്ത് വായിലിട്ട് കൊടു, കിടന്ന് മയങ്ങട്ടവായി. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 10 വർഷങ്ങൾക്ക് മുൻപ്. രാവിലെ തന്നെ കഷണ്ടിട്ടുള്ള പെയിന്റ് അടി തുടങ്ങിയോ? എല്ലാം പറഞ്ഞായിരുന്നോ? അല്ല, പുറത്ത് നല്ല മഴ വരുന്നുണ്ട്. ഇതും കൊണ്ട് വെളിയിലിറങ്ങി എല്ലാം കൂടെ മുഖത്ത് ഒലിച്ചിറങ്ങും. അത് ഞാൻ അങ്ങ് സഹിച്ചോളാം. സഹിച്ചാ മതി. അർശസ്, മൂലക്കുരു, വായുക്ഷോഭം മുതലായവയ്ക്ക് സമീപിക്കുക. ശശികല സിദ്ധ ഫാർമസി. ഫോൺ നമ്പർ. എനിക്കല്ല, ചിലപ്പോൾ അച്ഛന് കാണും. എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർവാഹിനിയിൽ വിടർന്ന ജമന്തി പുഷ്പമേ, ഞാനാ. ഒരു ചിത്രശലഭമായി പറന്ന് നിന്റെ അരികിലെത്താൻ ഞാൻ കൊതിക്കുന്നു. പക്ഷേ നിന്റെ അച്ഛൻ്റെ കൊമ്പമീശ കാണുമ്പോൾ ഈ ചിത്രശലഭത്തിന് പറക്കാൻ കഴിയുന്നില്ല. ആണോ? അനുരാഗ വിലോചനായി ഒരു പൂ മാത്രം ചോദിക്കുന്നു. അതിനുള്ള പൂ ഇവിടെ കാണുമോ? എവിടെന്നെങ്കിലും ഞാൻ കൊണ്ടുവരും. പക്ഷേ ഒരു പൂക്കാലം തരാൻ നീ ഈ വരാന്തയിലേക്ക് വരില്ലേ? എന്ന് സ്വന്തം വരും, എങ്ങനെയും വരും. തൊടിയും കൊണ്ട് ഓഹോ. അപ്പൊ ഈ വാണ ഇവിടെ നിന്നായിരുന്നല്ലേ? നിനക്ക് ഞാൻ തരാടാ.
അച്ഛനിവിടെ പെയിന്റ് അടി, മരുമോന് മേളിൽ ലൈനടി. നേരത്തെ തന്നെ ഈ ടെസ്റ്റെങ്കിലും നീ പാസ്സാവൂടാ. നിന്റെ കൂടെയുള്ളവരെല്ലാം കെട്ടി പിള്ളേരുമായി, നീ മാത്രം. അമ്മേ, ഇതൊന്നും എൻ്റെ കുഴപ്പമല്ല, എൻ്റെ പേരിൻ്റെ കുഴപ്പമാണ്. പേരിനെന്ത് പറ്റി? ന്യൂമറോളജി പ്രകാരം ഒരു പേരിന് 5 അക്ഷരമെങ്കിലും വേണം. ഇത് ചുമ്മാ സാഹു യാഹു എന്നിടാത്ത എൻ്റെ ഭാഗ്യം. ഒരു പേര് കാരണം ഇന്ന് അവിടെ ഒരു കളക്ടർ നഷ്ടമായി അല്ലേ അപ്പച്ചി? ഒരുപാട് റോക്കറ്റ് വിട്ട് ക്ഷീണിച്ചല്ലേ, 2 ഇഡ്ഡലിയും കൂടെ എടുത്ത് കയറ്റ്. എന്താടാ? അല്ലമ്മേ, ഇവൻ ഉടനെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ജോലി റെഡിയാവും. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ സാഹു എന്ന പേര് എവിടെ നിന്ന് കിട്ടിയത്? അത് നിന്റെ അച്ഛൻ ദാവങ്കിരി ജോലി ചെയ്തോണ്ടിരുന്നപ്പോ അവിടെയുള്ള ഒരു കൂട്ടുകാരന്റെ പേരായിരുന്നു. ഭാഗ്യം, അച്ഛന് ദാവങ്കിരിയിലെ ചൊക്കലിംഗം എന്ന് പേരുള്ള കൂട്ടുകാരില്ലാത്തത്. ഹായ് ചൊക്കൻ, അതായിരുന്നു ചേട്ടനെ വീട്ടിൽ ചേർച്ച. എണീറ്റ് കൊള്ളപ്പെടാ. അതിനൊന്നും ഹർത്താലല്ലേ? അതിന് ഹർത്താൽ തിങ്കളാഴ്ച അല്ലേടാ? അത് മോട്ടോർ വാഹന പണി മുടക്ക്, ഇത് ഹർത്താൽ. ഓ, ഒരു ഹർത്താല്. ഇന്ന് ഹർത്താലാ? അതൊന്നും നിന്റെ കേരള ജനതയുടെ വികസനത്തിന് വേണ്ടി മാസത്തിൽ 1-2 ഹർത്താൽ, അതാണ് പാർട്ടി നയം. അതിനെ ചോദ്യം ചെയ്താൽ ഇവിടെ ചോര തെറിക്കും. അത് ചമ്മന്തി തെറിക്കാൻ നീ നോക്ക്. അപ്പൊ ഇന്ന് പരീക്ഷ മാറ്റി വെച്ച് കാണുമല്ലേ? ഇല്ലില്ല, അത് മാറ്റിയിട്ടൊന്നുമില്ല. അയ്യ, അപ്പൊ ശരി അണ്ണ, പോട്ടെ. ട്രെയിൻ വരെ ഒരുപാട് നേരമുണ്ട്. ഒന്നുമില്ലടാ. വെരി സോറി അണ്ണ, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓ, നിന്നേക്ക. ഇവ ഇന്നലത്തെ മഴയത്ത് അടിച്ചു പോയ കോഴി ബിജുവിനെന്ന് വിളിച്ചു നോക്കാം. ഇവൻ ആരെങ്കിലും കറി വെച്ച് തിന്നോ? ഒരുത്തനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സമയവും ഒരുപാട് കിടക്കുന്നു. ഇതേത് നമ്പര്? ഹലോ. ഹലോ, ആ അതെ ചേട്ടാ, ഒരു സർപ്രൈസ് കാര്യം തരാൻ വേണ്ടിയാ. പാർക്കിലോട്ടൊന്ന് പെട്ടെന്ന് വരാമോ? എന്താ പറഞ്ഞേ? ആ പിന്നെ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കല്ലേ, പെട്ടെന്ന് വരണേ. ഇതാര്? ചിലപ്പോ ലോലപ്പമ്മാവന്റെ മോള് വീണയായിരിക്കും. പക്ഷേ അവളുടെ ശബ്ദം ഈ പാറയിൽ ചിരട്ടയിട്ട് ഒരയ്ക്കും പോലെയല്ലേ? ഇതൊരു കുയിൽനാദം. ആരായിരിക്കും? ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാം. ഹലോ. അയ്യോ, ഇങ്ങോട്ട് വിളിക്കില്ലെന്നല്ലേ പറഞ്ഞേ? ഇവിടെ എല്ലാരും ഉണ്ട്. ആ, ഞാൻ വെക്കുവാണേ. പാർക്ക് എന്ന് പറയുമ്പോ ഗാന്ധി പാർക്കാണോ? അല്ല, നമ്മുടെ വേലി പാർക്ക്. വേഗം വാ. ഉള്ളു വെച്ച. ആരായിരിക്കും? സർപ്രൈസ് എന്ന് പറയുമ്പോ ചിലപ്പോ കെട്ടിപ്പിടിച്ചൊരു മുത്തം. പരിചയപ്പെട്ട ആരും അങ്ങനെ മുത്തം തരൂല. പാർക്കിൽ പോകാൻ 5 മിനിറ്റ് മതി. ഒന്ന് പോവാം. വരുവോ? അതാ ഇനി പറ്റിക്കുവോ? ഇവനൊന്നും ഉറക്കമില്ല. പാവം
രാവിലെ കാപ്പിക്ക് വരെ ഉറക്കക്കൂടിയായിരിക്കും കഴിച്ചത്. ഹലോ, ആ ചേട്ടാ, ദേ നമ്മുടെ ഭാസ്കരൻ ചിറ്റപ്പൻ വന്ന് നിൽക്കുക. പുള്ളിക്ക് അത്യാവശ്യമായിട്ട് 1 ലക്ഷം രൂപ വേണമെന്ന്. നമ്മുടെ വീട് പണിക്ക് വെച്ചിരിക്കുന്നതിന് എടുത്ത് കൊടുക്കട്ടെ? ആ പിന്നെ ഞാൻ ഇന്ന് ലതികയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകും. നല്ല ചുരിദാർ കണ്ടാ ഞാൻ ഒരെണ്ണം വാങ്ങും. എന്നാ ഞാൻ ഒന്നുകൂടെ വാങ്ങിച്ചോട്ടെ? അയ്യോ, ഇന്ന് നല്ല മൂഡിലാണല്ലോ. മിസ് ചേട്ടാ. ഇപ്പൊക്കെ വേറെ ജോലിയില്ലേ, നാശം. ഹലോ, വലിയ തോശ. ഇനി ഇവരെങ്ങാനും ആയിരിക്കും വിളിച്ചത്. എന്നാലും അതാണോ? ഏയ് വരില്ലേ. The customer you're trying to speak to is on another call. Please hold the line or call back in some time. The customer you're trying to speak to is on another call. എന്നാരെങ്കിലും പറ്റിച്ചായിരിക്കും. Okay, sure. The customer you're trying to speak to is on another call. Please hold the line or call back in some time. We have arranged everything. Yeah, the meeting should start on time. There shouldn't be any delay. Okay? Yeah, I agreed. Yeah, that should be perfectly fine. The customer you're trying to speak to is on another call. Please go ahead. Sure. ഇത് തന്നെ Fine. No. കട്ട It's okay. ഇംഗ്ലീഷാ. Please plan as decided. Hello? Hello? Can you hear me? Hello? Can you hear me? Shit. ഏതാനൊക്കെ ഇത് ഞാനും പുസ്തകമൊക്കെ വായിക്കും. പക്ഷെ ഈ ചേട്ടപ്പത്തിന്റെ പുസ്തകം വായിക്കൂല. ചേട്ടനല്ല, ചേതൻ ഭഗത്. വേണ്ടായിരുന്നു. ഇതല്ലേ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. നൈസ വലിയ. Excuse me. Can I have some water, please? എന്താ? കുറച്ച് വെള്ളം. കുറച്ച് ഞാൻ കുടിച്ച്, ഇത്രയേ ഉള്ളു. Thank you. പാവം. Thanks. കണ്ടിട്ട് ആരെയോ വെയിറ്റ് ചെയ്തിരിക്കണം തോന്നുന്നു. No. My train got delayed. So just chilling.
That's all. ആദ്യം പറഞ്ഞ മനസ്സിലായി. ചില്ലി മുളക്. മുളക് കൊണ്ടുവരുന്ന ട്രെയിനാ? ഇടയ്ക്കൂടെ വരാറുണ്ടോ? ഞാനും രമണിയും കൂടെ. സോറി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ, ഇടയ്ക്ക് കാറ്റുകൊള്ളാൻ വന്നിരിക്കും. Yeah, that's true. പഠിച്ചതും വളർന്നതും ഒക്കെ പുറത്താണല്ലേ? Yeah, എങ്ങനെ മനസ്സിലായി? ഈ സ്മാർട്ട്നെസ് കണ്ട ആർക്കാ മനസ്സിലാവാത്തത്? Okay. By the way, നമ്മളിതുവരെയും പരിചയപ്പെട്ടില്ലല്ലോ. I am മധുമതി. ഇത് മതി. എന്താ? സാഹു. Oh, nice name. Do you want biscuit? Okay. വീട്ടില് ടിന്നിൽ വാങ്ങിച്ച് വയ്ക്കും അമ്മ. ഇനിയും ബിസ്ക്കറ്റ് ഇങ്ങനെ കൊണ്ടു കിടക്കുവോ? അങ്ങനെയൊന്നുമില്ല, ചിലപ്പോഴൊക്കെ. ബാഗിൽ എറുമ്പ് കയറൂലേ? നമ്മളിതുവരെയും പരിചയപ്പെട്ടില്ലല്ലോ. I am മധുമതി. എന്റെ ബാഗ്. അയ്യോ, ഇത് പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ എനിക്ക് സമ്മാനിച്ച ആ നല്ല നിമിഷങ്ങൾക്ക് ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ. നിങ്ങളോടൊന്നിച്ച് ചിലവഴിച്ച ആ നിമിഷങ്ങൾ എന്നും എൻ്റെ മനസ്സിൻ്റെ മണിച്ചപ്പിൽ ഞാൻ കാത്തു സൂക്ഷിക്കും. തികച്ചും ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് താങ്കളുടെ അധികം വിലപിടിപ്പില്ലാത്ത മൊബൈൽ ഫോൺ, വാച്ച്, മോതിരം തുടങ്ങിയ സാധനങ്ങൾ ഈ സഹോദരി കൊണ്ടുപോകുന്നു. ഈ ഉറച്ച ശരീരത്തിനുള്ളിൽ ഒരു ഉറച്ച മനസ്സുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുരക്ഷിതമായി നിങ്ങൾ വീട്ടിലെത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തുടർന്നുള്ള ജീവിതയാത്രകളിൽ ശുഭയാത്ര നേർന്നുകൊണ്ട് നിർത്തുന്നു എന്ന് സ്വന്തം മധുമതി. ഹലോ, ആ ചേട്ടാ, നേരത്തെ എനിക്കൊരു അബദ്ധം പറ്റി നമ്പർ മാറിപ്പോയതാ, സോറി. അല്ല, ചേട്ടന്റെ പേരെന്താ?